റോഷിപാൽ, കോൺഗ്രസിന്റെ ഇന്നത്തെ യോഗം എത്രത്തോളം നിർണായകമാണ്? ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 24 മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ തക്ക രീതിയിൽ വലിയ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് നേതാവ് പരിപാടിയിൽ എന്നോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ രൂപത്തിലാണോ? അത് കൂടാതെ മുന്നണിയിലെ സീറ്റ് വിഭജനവും ഒരു വലിയ പ്രശ്നമാണല്ലോ. സ്മൃതി, ഇപ്പോഴും UDF-ൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. വലിയ തർക്കങ്ങളില്ല. തിരുവമ്പാടി അടക്കമുള്ള ചില സീറ്റുകളിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നേതാക്കൾ പറയുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി വിശദമായ ചർച്ച ഇനിയും നടത്തേണ്ടതുണ്ട്. ഏതായാലും യാത്ര സമാപിക്കുന്ന മുമ്പ് അക്കാര്യത്തിൽ തീരുമാനമാകും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒരു ഘട്ടത്തിൽ അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതും യാത്ര കഴിഞ്ഞാൽ മാത്രമേ ചർച്ച നടക്കുകയുള്ളൂ എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഞായറാഴ്ചകളിൽ അവധി ഉണ്ടാകുമ്പോൾ പൂർത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി അത്രയേ സീറ്റുകൾ തീരുമാനമെടുക്കേണ്ടതുള്ളൂ എന്നാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം ഇന്ന് ചേരുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് തീരുമാനിക്കുന്നത്. എന്തൊക്കെ വിഷയങ്ങൾ പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ UDF ചർച്ച ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത യോഗത്തിലുണ്ടാകും. മാത്രവുമല്ല, ഏതൊക്കെ തന്ത്രങ്ങളാണ്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തണം, ഏതൊക്കെ നേതാക്കളെ ഏതൊക്കെ സമയത്ത് എത്തിക്കണം, ദേശീയ നേതാക്കളെ പ്രചാരണത്തിനിറക്കണം എന്നതിനടക്കം ഒരു വ്യക്തതയുണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഷാഫി പറമ്പിലും മാത്യു കോൾനാടനും റോജി എം ജോൺ അടക്കമുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാന യോഗമാണ് KPCC ആസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്മൃതി. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.